സ്കിൻ ലീഷൻസിലെ സ്കിൻ ബ്ലീഡിങ് ടൈപ്സ് ഫ്ലാറ്റും റേസ്ഡും ആവാം. അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് നെക്സ്റ്റ് വരുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് പെറ്റിക്കിയാണ്. പെറ്റിക്കി എന്ന് പറഞ്ഞാൽ അത് നോൺ ബ്ലാഞ്ചബിൾ ആണ്. നോൺ ബ്ലാഞ്ചബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്താലും അത് പോവില്ല, ആ മാർക്ക് അങ്ങ് പോവില്ല. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ പിൻ ഹെഡ് സൈസ്ഡ് ആണ്. ഫ്ലാറ്റ് പിൻ ഹെഡ് സൈസ്ഡ് മാക്യൂൾ ഓഫ് എക്സ്ട്രാ വാസ്കുലർ എന്നാണ് പെറ്റിക്കിയെന്ന് പറയുന്നത്. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മില്ലിമീറ്ററിനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കോസസ് ആയിട്ട് വരുന്നത് ത്രോംബോസൈറ്റോപീനിയ, പ്ലേറ്റ്ലെറ്റ് ഡിസ്ഫങ്ഷൻ, വാസ്കുലൈറ്റിസ്, അതുപോലെ ഇൻഫെക്ഷൻസ് ഉണ്ട് ലൈക്ക് മെനിഞ്ചോകോക്കിക്സിമ, റോക്കി മൗണ്ടൻ സ്പോട്ട് ഫീവർ ആൻഡ് റിക്കറ്റ്ഷ്യോസിസ്. അപ്പോൾ ഇതിൻ്റെ പിക്ചറൽ റെപ്രസെൻറ്റേഷൻസ് കാണിക്കാം. ത്രോംബോസൈറ്റോപീനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്ന ഒരു കണ്ടീഷനാണ്. ദെൻ വരുന്നത് വാസ്കുലൈറ്റിസ് ആണ്. പിന്നെ ഇത് മെനിഞ്ചോകോക്കിമിയ ഉണ്ട്. പിന്നെ ഇത് റോക്കി മൗണ്ടൻ സ്പോട്ടഡ് ഫീവറും. നെക്സ്റ്റ് വരുന്നത് റിക്കറ്റ്ഷ്യോസിസും ആണ്. നെക്സ്റ്റ് വൺ പർപ്യൂറാണ്. പർപ്യൂറൈൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ 3 to 10 മില്ലിമീറ്റർ ആണ് വരുന്നത്. അത് പെറ്റിക്കിയേക്കാളും ലാർജറാണ്, അതുപോലെ പാൽപ്പബിളും ആണ്. ഇതിൽ ഡെർമിസിൻ്റെ അകത്തേക്ക് ബ്ലഡ് ഉണ്ടാവും, പക്ഷെ അത് ബ്ലാഞ്ചബിൾ അല്ല, നമ്മൾ ഞെക്കിയാലും അത് പോവില്ല. കൊളോക്കിയലി നമ്മളിതിനെ ബ്രൂയിസസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ളൊരു പിക്ചർ കാണിച്ചേക്കാം. ഇതാണ് പെർപ്യൂറ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ലാർജർ ഏരിയ, കുറച്ചുകൂടെ വലുതാണത്. എക്കിമോസിസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പെറ്റിക്കിയുടെയും പർപ്യൂറേനേക്കാളും വലുതാണ്, അതായത് 10 മില്ലിമീറ്ററിനേലും വലുതാണ്. അതിങ്ങനെ ഒരു കളറായിട്ട് ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ, നമുക്ക് പാൽപ്പബിൾ അല്ല, പക്ഷെ ബ്ലീഡിങ് വളരെ ഡീപ്പറായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു ഇമേജാണ് നെക്സ്റ്റ് വരുന്നത്. ഇതാണ് എക്കിമോസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ടെലങ്ജക്ടേഷ്യ. ടെലങ്ജക്ടേഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യൂട്ടേനിയസ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസിന് വരുന്ന ഡയലറ്റേഷനാണ്. അപ്പോൾ അതിങ്ങനെ റെഡിഷ് ആയിട്ട് ഡയലറ്റേഷൻസ് കാണാൻ നമുക്ക് പറ്റും. എസ്പെഷ്യലി സൺ ഡാമേജ്ഡ് ഏരിയാസിലാണ് ഇത് കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നത്. എക്സാമ്പിളായിട്ട് വരുന്നതാണ് റോസേസിയ, അതുപോലെ തന്നെ സിസ്റ്റമിക് ഡിസോർഡേഴ്സിൽ വരുന്നതാണ് സിസ്റ്റമിക് സ്ക്ലീറോസിസ്, അതുപോലെ ഇൻഹെറിറ്റഡ് ഡിസീസസിൽ വരുന്നതാണ് അറ്റാക്സിയ ടെലങ്ജക്ടേഷ്യ, അതുപോലെ ഹെറിഡിറ്ററി ഹെമോറേജിക് ടെലങ്ജക്ടേഷ്യ. അതുപോലെ ലോങ് ടേം ആയിട്ടുള്ള ട്രോപ്പിക്കൽ ഫ്ലൂറിനേറ്റഡ് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് എടുക്കുന്നത് വഴി ഇതേപോലത്തെ റാഷസ് നമ്മുടെ ബോഡിയിൽ വരുന്നത് കാണാനുണ്ട്. ആർട്ടിക്കേറിയ എന്ന് പറഞ്ഞാൽ റെഡ് റൗണ്ട് റാഷാണ്. അത് കുറച്ച് എലിവേറ്റഡ് റാഷാണ്. അതിന് ഒരു ലോക്കലൈസ്ഡ് എഡിമയൊക്കെ ഉണ്ടാവും. പിന്നെ അത് എർത്തമാറ്റസും ആയിരിക്കും, പ്രൂറൈറ്റിസും ആയിരിക്കും. ഇത് മോസ്റ്റ് കോമൺലി സീൻ ചെയ്യുന്നത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി, എന്തെങ്കിലും മെഡിക്കേഷൻ്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിലും അതുപോലെ ബൈറ്റിലും സ്റ്റിങ്ങിലും പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിലൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്നത്. ലെസ് കോമൺ ആയിട്ട് കാണുന്നത് ഇപ്പോൾ ടെമ്പറേച്ചർ, പ്രഷർ, സൺലൈറ്റ് വഴിയൊക്കെ വരുന്നതൊക്കെ ലെസ് കോമൺ ആണ്. അത് ലാസ്റ്റ് ഫോർ 24 hours. നെക്സ്റ്റ് വണ്ണാണ് അൾസേഴ്സ്. അൾസേഴ്സ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ലോസ് ഓഫ് എപ്പിഡെർമിസ് ആൻഡ് പാർഷ്യൽ ലോസ് ഓഫ് ഡെർമിസ് ആണ് വരുന്നത്. അതിൻ്റെ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീനസ്റ്റാസിസ് ഡെർമറ്റൈറ്റിസും ഫിസിക്കൽ ട്രോമ വിത്ത് ഓർ വിത്തൗട്ട് വാസ്കുലർ കോംപ്രമൈസ് ആണ്. അതിന് എക്സാമ്പിളായിട്ട് വരുന്ന ഡെക്യുബിറ്റസ് അൾസർ, ഇൻഫെക്ഷൻ, അതുപോലെ വാസ്കുലൈറ്റിസും ആണ്. അപ്പോൾ അതിൻ്റെ പിക്ചറൽ റെപ്രസെൻറ്റേഷനാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വണ്ണാണ് എക്സ്കോറിയേഷൻ. എക്സ്കോറിയേഷൻ എന്ന് പറഞ്ഞ് കോമൺലി നമ്മൾ സ്ട്രെച്ച് മാർക്സ് എന്ന് വിളിക്കും. മെയിൻ കാരണം സ്ക്രാച്ചിങ് ആണ്. അപ്പോൾ ഇറോഷൻ ഓഫ് സ്കിൻ ഇൻ ലീനിയർ ഷേപ്പാണ് എക്സ്കോറിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ ഫ്ലൈക്കിംഗ് ഓഫ് സ്കിൻ കോസ്ഡ് ബൈ എപ്പിഡെർമൽ തിക്കനിങ് ആണ്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് സോറിയാസിസ്, സെബോറിക് ഡെർമറ്റൈറ്റിസ്, ഫംഗൽ ഇൻഫെക്ഷൻ, പിക്ടീരിയാസിസ് റോസിയെ, അതുപോലെ ക്രോണിക് ഡെർമറ്റൈറ്റിസ് ഒക്കെ. നെക്സ്റ്റ് വണ്ണാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ക്രസ്റ്റ് ഉണ്ടെങ്കിൽ സ്കാബ് എന്നും അതിന് പേരുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഡ്രൈഡ് ഔട്ട് ഓർ എക്സുഡേറ്റ്, ഡ്രൈഡ് ഔട്ട് ആയിട്ടുള്ള എക്സുഡേറ്റ്, സെബം, ബ്ലഡ്, പസ്സൊക്കെ സ്കിന്നുമുള്ളത്. ഇത് ഇൻഫെക്ഷസോ അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ഡിസീസസിൻ്റെ ഭാഗമായിട്ട് വരാം. ഇതിൻ്റെ എക്സാമ്പിളാണ് ഇംപെറ്റിറ്റ്. നെക്സ്റ്റ് വൺ ഇറോഷനാണ്. ഇറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അല്ലെങ്കിൽ പാർഷ്യൽ ലോസ് ഓഫ് എപ്പിഡെർമിസ് ആണ് വരുന്നത്. അത് ട്രോമാറ്റിക് ആയിരിക്കാം, ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ഡിസീസസ് കൊണ്ടൊക്കെ ആയിരിക്കാം. മിക്കതും അതൊരു ലീനിയർ വണ്ണായിരിക്കും, നമ്മൾ സ്ക്രാച്ച് ചെയ്യുന്നത് കൊണ്ടോ റബ്ബ് ചെയ്യുന്നത് കൊണ്ടോ വരുന്നതാണ്. നെക്സ്റ്റ് വൺ ആണ് സ്കാർ. സ്കാർ എന്ന് പറഞ്ഞാൽ ഒരു ഫൈബ്രോസിസ് വന്ന ഒരു ഏരിയ ആണ്. അതായത് ഒരു നോർമൽ സ്കിന്നിൽ നമ്മൾ പറയില്ലേ മുറിവ് ഉണങ്ങി വരുന്ന ആ ഒരു അവസ്ഥ, അങ്ങനെ ഒരു സംഭവമാണ് സ്കാർ. അത് ഹൈപ്പർട്രോപ്പിക്കോ തിക്കണ്ടോ റേസ്ഡ് ഒക്കെ ആയിട്ട് കാണാറുണ്ട്. അതിന് എക്സാമ്പിൾ വരുന്നതാണ് കിലോയിഡ് എന്ന് പറയുമ്പോൾ അതൊരു ഹൈപ്പർട്രോപ്പിക് സ്കാറാണ്. അത് ഒറിജിനൽ വൂണ്ടിൽ നിന്നും ബിയോണ്ട് ആയിട്ട് എക്സ്റ്റെൻഡ് ആയിട്ട് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ് വൺ ആണ് അട്രോപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്ന് ഡ്രൈയും വ്രിങ്കിൾഡ് ആവുന്ന ഒരവസ്ഥയാണ്.
അപ്പോൾ ഒരുപാട് സണ്ണിലുള്ള എക്സ്പോഷർ, അതുപോലെ ഏജ് ഒക്കെ ആകുമ്പോൾ വ്രിങ്കിൾസും ഡ്രൈ ഒക്കെ ആവുമല്ലോ സ്കിന്ന്. പിന്നെ അതുപോലെ ഇൻഫ്ലമേറ്ററി ആൻഡ് നിയോപ്ലാസ്റ്റിക് സ്കിൻ ഡിസീസ് ആയിട്ടുള്ള ക്യൂട്ടേനിയസ് T ലിംഫോമയിലും ലൂപ്പസ് എറിത്തമെറ്റോസിസിലൊക്കെ ഇങ്ങനെ തന്നെ കാണുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഒരു പോയിന്റ്, സംടൈംസ് ഡ്യൂ ടു ലോങ് ടേം യൂസ് ഓഫ് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് കൊണ്ട് ഇത് കാണാം. നെക്സ്റ്റ് വരുന്നത് ആപ്സിസ് ആണ്. ആപ്സിസ് എന്ന് പറഞ്ഞ ഒരു ക്യാവിറ്റിക്കകത്ത് പസിൻ്റെ ഒരു കളക്ഷനാണ് നമ്മൾ ആപ്സിസ് എന്ന് വിളിക്കുന്നത്. വീൽ എന്ന് പറഞ്ഞാൽ ഇവാസ് ആൻഡ് ഡിസ്ക്രീറ്റ് ഏരിയ ഓഫ് ഡെർമൽ എഡിമയാണ്. നെക്സ്റ്റ് ബറോ ആണ്. ബറോ എന്ന് പറഞ്ഞാൽ ലീനിയർ അല്ലെങ്കിൽ കർവ് ലൈൻ പാപ്യൂൾ കോസ്ഡ് ബൈ ബറോയിങ് സ്കാബീസ് ആൻഡ് മൈറ്റ് ആണ്. കെമഡോൺ എന്ന് പറഞ്ഞാൽ പ്ലഗ് ഓഫ് കെരാറ്റിൻ അല്ലെങ്കിൽ സെബം ഇൻ എ ഡൈലേറ്റഡ് പൈലോസെബേഷ്യസ് ഒറിഫൈസിൽ കാണുന്നതാണ്. ഫിഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡീപ്പ് അല്ലെങ്കിൽ സ്ലിറ്റ് ഷേപ്ഡ് അൾസറാണ്. ഇറിറ്റൻ ഡെർമറ്റൈറ്റിസ് ഓഫ് ഹാൻഡ് ആണ് എക്സാമ്പിളായിട്ട് വരുന്നത്. സൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പസ് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു ക്യാവിറ്റിയാണ്. സ്ട്രൈയെ എന്ന് പറഞ്ഞാൽ അതൊരു ലീനിയർ അല്ലെങ്കിൽ അട്രോപ്പിക് പിങ്ക് പർപ്പിൾ വൈറ്റ് ലീഷൻ ഇൻ എ കണക്റ്റീവ് ടിഷ്യൂ ആണ് സ്ട്രൈയെ.